ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇങ്ങനെ ഒരു സമയം ദൈവം എനിക്ക് അനുവദിച്ചു തന്നതിനാൽ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ള മീറ്റിങ്ങുകളെക്കാട്ടിലൊക്കെ എനിക്ക് വളരെ പ്രാധാന്യവും സന്തോഷവും തരുന്ന ഒരു മീറ്റിംഗാണ്. കാരണം ഞങ്ങളുടെ മോള് സെൻസ് തന്നെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒന്നിച്ചിരുന്ന് കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവാനും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വൻക്രിയകൾ പ്രസ്താവിക്കുവാനും തന്ന വിലയേറിയ സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തിലാണ് വന്നിരിക്കുന്നത്, അവിടുത്തെ പാദപീഠത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കർത്താവെ, അവിടുന്ന് തന്നതല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ലപ്പാ. സ്തോത്രം കർത്താവെ. കൃപയാലാണ് ഞങ്ങൾ ആയിരിക്കുന്നതെന്നുള്ള നല്ല ബോധമുണ്ട് കർത്താവെ. കർത്താവെ, ഈ സമയം ഭയത്തോടും വിറയലോടും കൂടി അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടതായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷിക ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങി കർത്താവെ, രൂപാന്തരപ്പെടേണ്ടിടത്ത് രൂപാന്തരപ്പെടുവാനും മാറ്റപ്പെടേണ്ടിടത്ത് മാറ്റപ്പെടുവാനും അവിടുന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. രോഗികളെ ഇന്ന് സൗഖ്യമാക്കണം. ഹല്ലേലൂയ. നിൻ്റെ വചനം കർത്താവ് ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം, അത് ശക്തിയോടുകൂടി ഇന്ന് ഞങ്ങൾ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ. വൻകൃപ ഞങ്ങൾക്ക് കാണണം. ലോർഡ്, I believe that you are a miracle working God. I know that there is no impossibilities in your name. I trust you, Father. ഹല്ലേലൂയ. കർത്താവ് അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. കടന്നു വന്ന എല്ലാവർക്കും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുവാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല. എന്നാൽ കർത്താവാണ് നമ്മളെ ഏവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നത്. എൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ ഒരുപാട് കർത്താവിനെ പറ്റി പറയേണ്ടത്. കാരണം എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഓരോന്നും കർത്താവ് ചെയ്തിരിക്കുകയാണ്. ഓരോ മിനിറ്റും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അത് ദൈവത്തിൻ്റെ ദാനമല്ലേ. അതല്ലാതെ നമുക്ക് എന്താണ് പ്രശംസിക്കുവാനുള്ളത്? അത് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് പലർക്കും സാക്ഷ്യങ്ങൾ ഇല്ലാത്തത്. ഞാൻ ആയിരിക്കുന്നതൊക്കെയും കർത്താവിൻ്റെ കൃപയാണെന്ന് നാം ചിന്തിച്ചാൽ അത് ഓരോന്നും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിനാൽ ദിനംപ്രതി എനിക്ക് എന്നും സാക്ഷ്യങ്ങളുണ്ട്. അതെനിക്ക് എല്ലാവരോടും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ വന്നിരുന്ന ഓരോ നിമിഷവും ഞാൻ തന്നെ പറയാറുണ്ട്, കർത്താവ്, ഇന്ന് നീ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത്, എല്ലാത്തിനുമായിട്ട് നന്ദി. ഓരോന്നും ചിന്തിച്ച് നോക്കുമ്പോൾ ഹീസ് എ വണ്ടർഫുൾ ഗോഡ്, ഈസ് എ മിറക്കിൾ വർക്കർ. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ സാക്ഷ്യമില്ലാതെ പോകുന്നത്. എന്നെക്കൊണ്ട് കഴിയാത്തത് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുത്തു എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ് സാക്ഷ്യം സത്യത്തിൽ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ഒരുപാട് സ്റ്റേജിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതെനിക്ക് പ്രത്യേകതയുണ്ട്. മോള് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പം അതുകൊണ്ട് ഞാൻ സമയക്കുറവിനാൽ കൂടുതലൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ മോളാണ്. ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവിൻ്റെ വചനവുമായിട്ടിരിക്കുവാൻ ദൈവം സഹായിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ യാദൃച്ഛികമായിട്ടല്ല, ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാനൊരു ക്രിസ്തീയ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് വളർന്നു വന്നത്. എന്നാൽ ഞാനൊരു പെന്തിക്കോസിൽ വരുമെന്നോ ഇങ്ങനെ ഇരിക്കുമെന്നൊന്നും ഞാൻ ചിന്തിച്ചതല്ല. അതിനാലാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് യഹോവയാലാണ്. ജീവിതം ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ഓരോ സമയവും ദാനമാണ്, നമ്മുടെ ഓരോ ബ്രത്തും ദാനമാണ്. നമ്മൾ പലരും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതായിരിക്കുമല്ലോ. നമ്മൾ എന്തെല്ലാം ചെയ്താലും എല്ലാവരും രക്ഷപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ എല്ലാ മരുന്നുകളും എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ടോ? നമ്മുടെ എല്ലാ ടെക്നോളജീസും എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ടോ? ഇല്ല. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത്, എപ്പോൾ ദർ ഇസ് എ പേഴ്സൺ, ദർ ഇസ് എ ഹാൻഡ് ടു ആക്ട് ഇൻ ദീസ് മെഡിക്കേഷൻസ് ആൻഡ് ടെക്നോളജീസ്. അതും മനുഷ്യർക്ക് പലർക്കും അറിയാതെ പോകുന്ന ഒരു സത്യമായ നഗ്ന സത്യമാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ പറ്റി എൻ്റെ ഞാൻ ആയിരിക്കുന്നിടത്തൊക്കെയും കർത്താവിനെ പ്രശംസിക്കുവാനും പുകഴ്ത്തുവാനും ദൈവം എനിക്ക് സഹായം തന്നു. അതിനാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നത്. ഞാൻ ബേസിക്കലി ഒരു നേഴ്സാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ICU, കാർഡിയോവാസ്കുലർ ICUയിൽ വർക്ക് ചെയ്യുന്നു. അവിടെ എല്ലാം ഈ രാജ്യത്ത് ഞാൻ വന്നപ്പോഴെല്ലാവരും എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇവിടെ വന്നിട്ട് ഇവിടെ ഓൾറെഡി ഇങ്ങനെ പാസ്റ്റേഴ്സ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ? യെസ്, ദാറ്റ്സ് ട്രൂ. പക്ഷേ എന്നാൽ ഇന്ന് അവരെ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസൊക്കെ അവരുടെ മീറ്റിങ്ങുകളിലൊക്കെ പല മീറ്റിങ്സുകളിലും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ദൈവം നമ്മളെ അയച്ചതാണെങ്കിൽ ഒരു മനുഷ്യനും അതിനെ തടസ്സപ്പെടുത്താൻ
അവകാശപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു രാജ്യത്തിനോ ഒരു രാജാധികാരിക്കോ ഭരണാധികാരിക്കോ ഒന്നും പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് രാജാക്കന്മാരുടെ വലിയ ഗവൺമെൻറ് അതോറിറ്റീസിനോട് ഈ കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ കഴിവല്ല. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ നമ്മളെങ്ങനെ പറയാൻ പറ്റും? നമ്മളെ ആ സ്ഥാനത്ത് ദൈവം കൊണ്ടാക്കുകയും അവിടെ ഇരുന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ഞാൻ സത്യത്തിൽ ഒരു ഭീരുവാണ്. ഭയങ്കര പേടി ഉള്ളതും ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ ഉള്ള ഒരാളാണ്. എന്നാൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കുകയാണ്. നമുക്കറിയില്ലേ ഒരു കാക്കയെ ഉപയോഗിച്ച ഒരു കാര്യം. ഹല്ലേലൂയ. കാക്ക എന്ന് പറയുന്നത് വെറും സാധാരണ ഒരു പക്ഷി. എല്ലാ രാജ്യത്തുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളധികം പ്രാധാന്യം കൊടുക്കാത്ത പക്ഷികളാണ്. ആരെയും കാക്ക കാണാൻ വേണ്ടി എങ്ങും പോയി ഒന്നും കണ്ടതായിട്ട് എനിക്കറിവില്ല. അപ്പോൾ അത്ര നിസ്സാരമായ ഒരു കാക്കയാണ് ദൈവം ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ മഹത്വമല്ല, നമ്മുടെ കഴിവല്ല, കർത്താവിൻ്റെ കൃപയാണ്. കഴിവല്ല, ഇത് കൃപയാണ്. അങ്ങനെ പലയിടത്തും കർത്താവിനെ പറ്റി പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് പറയാനൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ദൈവം പറയേണ്ടത് അവരവർക്ക് ആവശ്യമായുള്ളത് ദൈവം വായിൽ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ രാജ്യത്ത് വരുവാനും ഇവിടെ പല ആൾക്കാരോട് ഇങ്ങോട്ട് വിളിച്ച് ഞാൻ പലപ്പോഴും അങ്ങോട്ട് പോയി പറഞ്ഞാൽ അങ്ങനെ എനിക്കൊരു നേച്ചറല്ല, എനിക്കെന്തോ അതിനോട് അത്ര താല്പര്യമില്ല എന്നാൽ ഞാൻ പറയാൻ മടിച്ചിരിക്കുമ്പോൾ പോലും പലപ്പോഴും ഇങ്ങോട്ട് ചോദിച്ച് പ്രാർത്ഥന ചോദിച്ചു വരുന്നതായിട്ടുള്ള അനുഭവങ്ങൾ അത് എവിടെ നിന്നാണ്? കർത്താവിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ ഇവിടെ കോളേജിലും പഠിപ്പിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി കോളേജിലാണ്. അപ്പോൾ ഇവിടുത്തെ പലർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എൻ്റെ കഴിവല്ല, കൃപയാണ്. ഞാൻ ഒരു ഓർഡിനറി നേഴ്സാണ്. അവിടെ നിന്ന് ദൈവം എന്നെ അവിടെ ആക്കിയിരിക്കുന്നെങ്കിൽ ഐ ട്രൂലി ബിലീവ് ദർ ഇസ് എ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ എനിക്ക് പല കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും കുറച്ച് പുറകോട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ക്ലാസ് എടുത്തു കൊടുക്കുവാനും, അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ കുറച്ചും കൂടെ നമ്മളുടെ സ്നേഹം, ക്രിസ്തുവിലുള്ള സ്നേഹം, ആദ്യമേ പോയി ക്രിസ്തുവിനെ പറ്റി പറയുകയല്ല, നിനക്കിത് സാധിക്കും, നിന്നാൽ ഇത് സാധിക്കും. എങ്ങനെ? കർത്താവിൻ്റെ കൃപയാൽ. ഹല്ലേലൂയ. ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ടോ നീ പ്രവർത്തിക്കുന്നത് കൊണ്ടോ അല്ല, എനിക്കറിയാവുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്താൽ നിനക്ക് ഈ മതിൽ ചാടി കടക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഓരോ ഏരിയയിലും കൊണ്ടുപോകുന്നു. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നാൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് വരെ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാൽ ഞാൻ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴാണ് ഞാൻ കർത്താവിനെ പറ്റി അറിയുവാനിടയായത്. എന്നാൽ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കർത്താവിനെ രക്ഷിതാവായിട്ട് പറഞ്ഞ് ഞാൻ സ്നാനമൊക്കെ എടുക്കുവാനായിട്ട് ഇടയായി. അന്നൊന്നും എൻ്റെ ഫാമിലിയിലെല്ലാവരും ഇത് അറിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം എന്നെ ഓരോ ദിവസവും വളർത്തിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ അനേക കഷ്ടതകളിൽ കൂടി കടന്നുപോയി. എൻ്റെ തല തൊട്ട് താഴെ വരെ രോഗങ്ങൾ വന്നതാണ്. ഞാൻ സ്ട്രോക്കായിട്ട് ബഹ്റിൻ ഡിഫൻസ് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായിരുന്നു. അങ്ങനെ അത് ഞാൻ ഏറ്റവും വലിയൊരു അസുഖമായിട്ട് പറയുന്നത്. എൻ്റെ കൈ തളർന്നു പോയിട്ടുണ്ടായിരുന്നു, കൈ പൊങ്ങത്തില്ലായിരുന്നു. എന്നാൽ ഈ രാജ്യത്ത് വന്ന് ഒരു ICUയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാലോ, പേഷ്യൻറ്റിനെ പൊക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ഇന്നെൻ്റെ കൈ സ്ട്രോങ് ആണ്, രണ്ടും കൈ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ അനേകം മിറാക്കിൾസ് ദൈവത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്കും തന്നെയല്ല, എൻ്റെ പേഷ്യൻസിനും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഈ അത്ഭുതങ്ങളുടെ ദൈവത്തെ മാത്രമാണ് ഞാൻ അറിഞ്ഞിരുന്നത്. കാരണം എൻ്റെ ഓരോ നിമിഷവും അത്ഭുതമായിരുന്നു. ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പേ പല ആഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ചില കടകളിലൊക്കെ ചെന്നിട്ട് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോഴതിനകത്ത് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എനിക്കൊരു ബാഗ് വേണമെന്ന്, ഞാനൊരു ചെറുതായിട്ടൊരു സാക്ഷ്യം പറയാം. ഒരു ബാഗ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഞാൻ വാങ്ങിക്കാൻ മടിച്ചു. എന്നാൽ എനിക്ക് ആഗ്രഹിച്ച പ്രൈസിൽ അത് അവിടെ കിടക്കുകയാണ്. അങ്ങനെ ഞാൻ എന്താഗ്രഹിക്കുന്നു അതൊക്കെ നേടിത്തരുന്ന ഒരു വലിയ ഒരു ദൈവത്തെയാണ് ഞാൻ 2023 വരെ അറിഞ്ഞിരുന്നത്. ഈ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, അതിലുറച്ചു. ഞാൻ നഴ്സിംഗ് സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ര പ്രായത്തിൽ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്നുള്ളൊരു വചനം അതെൻ്റെ കുഞ്ഞിലേ തൊട്ട് ഞാൻ 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ ഹൃദയത്തിൽ കയറിയ ഒരു വചനമാണ്. ഒരു തിരുമേനി എൻ്റെ കോളേജിൽ വെച്ച് പറഞ്ഞതാണ്. അതെൻ്റെ ഉള്ളിൽ അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണെങ്കിലും ആ വചനമാണ് എൻ്റെ ഓരോ കാലാകാലങ്ങളിൽ അത് എന്നെ വളർത്തിക്കൊണ്ടേയിരുന്നു. അതിനാവശ്യമായിട്ടുള്ള ഒരു സീഡ് ഇട്ടിട്ട് അതിന് വെള്ളവും വളവും ഒക്കെ ഇടുന്നത് പോലെ ആ വചനം എൻ്റെ ജീവിതത്തിൽ വളരുകയായിരുന്നു. വേണ്ട സമയത്ത്, തക്കതായ സമയത്ത് അതെൻ്റെ ജീവിതത്തിൽ വളർത്തി. 2023 വരെ എനിക്ക് എല്ലാം തരുന്ന ദൈവമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2023 മാർച്ചിൽ
എനിക്ക് 2 മക്കളാണ്. മൂത്ത മകൻ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് യാത്രപ്പെട്ടത്. അവന് മരിക്കത്തക്കതായ യാതൊരു അസുഖമൊന്നും ഇല്ലായിരുന്നു. 27 വയസ്സുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, നമുക്ക് ഒരു അമ്മയ്ക്കോ അപ്പനോ ഒക്കെ എന്തെങ്കിലും വരുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഒരു കുഞ്ഞിനെ, ഒന്നുമില്ലാത്തൊരു കുഞ്ഞ് പെട്ടെന്ന് മരിക്കുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആ സമയത്തും ദൈവത്തിൻ്റെ വലിയ ശക്തി എന്നെ ഭരിച്ചു, എന്നെ താങ്ങി. ഇവിടെ നിന്ന് 28 മണിക്കൂറോളം യാത്ര ചെയ്ത് തന്നെ അവിടെ എത്തുവാനും. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞില്ല കുഞ്ഞു മരിച്ചു പോയെന്ന് പറഞ്ഞില്ല. കാരണം പക്ഷെ ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. കാരണം അവനിങ്ങനെ ഒരു ദൈവദാസന് എഴുതി വെച്ചിരുന്നു, റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ഐ വോണ്ട് ടു വർക്ക് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്, ഐ വിൽ ലീവ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അതാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ. ഞാൻ 2 കുഞ്ഞുങ്ങളെ വളർത്തി. ഒന്നാമത്തവൻ ഇവിടെ നിന്ന് ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞാലും എനിക്ക് കഴിയാത്തത്, ഞാനൊരു ഫെയിലിയറാണ് മദർഹുഡിൽ. എന്നാൽ എന്നെ അതിജീവിക്കുന്ന ഒരു ശക്തി, വെൻ യു ആർ വീക്ക് ഹീ ഈസ് സ്ട്രോങ്. ഹല്ലേലൂയ. ഞാൻ എവിടെ ഫീബിളായി പോയിട്ടുണ്ടോ, ഞാൻ എവിടെ പരാജയമായി പോയിട്ടുണ്ടോ, അവിടെ എൻ്റെ ദൈവത്തിൻ്റെ കരം സ്ട്രോങ് ആണ്. എൻ്റെ കുഞ്ഞ് അത് എഴുതി വെക്കുവാൻ തക്കോണം അവനെ ദൈവത്തിൻ്റെ കൃപയാണ് സാധിപ്പിച്ചത്. ആർക്ക് പറ്റും? ഞാനെന്ന് മരിച്ചു പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, ദൈവമേ നിൻ്റെ നാമത്തിൽ ഈ ദിവസം എൻ്റെ ശ്വാസം ഒന്ന് നിൽക്കുവാനിടയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. അതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്നാൽ അങ്ങനെ നല്ലൊരു മരണം അവന് ലഭിക്കുവാൻ തക്കോണം കാർഡിയക് അറസ്റ്റ് ആയിരുന്നു. അവന് ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. ദൈവം എന്നെ ഒരുപാട് സഹായിച്ചു അവിടെ നിന്നു പോകുവാൻ. അവസാനം അവൻ്റെ ബോഡി കൊണ്ടുവന്നപ്പോഴും എനിക്ക് ഭയങ്കര ശക്തിയായിരുന്നു, ധൈര്യമായിരുന്നു. പല ദർശനങ്ങളാൽ ദൈവം എന്നെ ഉറപ്പിച്ചു. ഓരോ സമയത്തും ഞാൻ കൈവെള്ളയിലായിരുന്നു, ഞാൻ നടന്നിട്ടില്ല. ഒരു കഥ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ശോധനകളിൽ അവൻ നമ്മെ കൈകളിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനല്ല നടക്കുന്നത്. അതുവരെ 4 കാലുകളുടെ പാദങ്ങളുടെ ഇതുണ്ടായിരുന്നു, പ്രിൻ്റ് ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം നീ കഷ്ടതയിലായി കഴിയുമ്പോൾ 2 പ്രിൻ്റേ ഉള്ളൂ. കാരണം നീ നടക്കുമല്ല, നിന്നെ എടുത്തുകൊണ്ട്, നിന്നെ വഹിച്ചുകൊണ്ട്. കാരണം നിനക്ക് കൂടുതൽ സപ്പോർട്ട് വേണം. ആ സമയത്ത് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യ വാക്കുകൾക്കും സാധ്യമല്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി പറയുകയാണ്. ആ സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഏതൊരു വാക്ക് പറഞ്ഞാലും ദാറ്റ്സ് നോട്ട് ഇനഫ്. അതുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടത്തില്ല. എന്നാൽ സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തു യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒന്നും ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നത്തില്ല, അനുഭവിക്കുവാൻ പറ്റത്തില്ല. കാരണം എല്ലാം അനുഭവിച്ചു. എന്നെക്കാട്ടിലും നമ്മളെ ഈ ലോകത്തെക്കാട്ടിലൊക്കെ കഷ്ടമായിട്ടുള്ള മോസ്റ്റ് അൺഗ്രേസ്ഫുൾ ഡെത്ത് അണ്ടർ ദ സൺ എന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു ഡെത്തിൽ കൂടിയാണ് നമ്മുടെ ക്രിസ്തു, നമ്മുടെ നായകൻ കടന്നുപോയത്. ആ ക്രിസ്തു നമ്മളെ ഉറപ്പിക്കും ഏതൊരു പെയിൻഫുൾ സിറ്റുവേഷനിലാണെങ്കിലും. അങ്ങനെ 2023 വരെ എനിക്ക് ക്രിസ്തു വേറൊരാളായിരുന്നു. കാരണം എല്ലാം തരുന്ന, എന്നെ കവർ ചെയ്യുന്ന, എല്ലാ സ്നേഹത്താൽ എന്നെ കവർ ചെയ്യുന്ന, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എല്ലാം തരുന്ന ഒരു ക്രിസ്തു. രോഗമായിക്കോട്ടെ, ദാറ്റ് ഈസ് നത്തിങ്. എന്നോട് ആദ്യം പറഞ്ഞത് മോൻ വെന്റിലേറ്ററിലാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ദാറ്റ്സ് ഓൾ റൈറ്റ്. കാരണം എനിക്കറിയാം രോഗത്തെ സുഖപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഞാൻ അന്ന് വരെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അതിനുശേഷം അന്നാണ് എനിക്ക് യഥാർത്ഥമായ ആ ഒരു ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കിയത്. ഹല്ലേലൂയ, സ്തോത്രം. അതിൽ ഞാനിപ്പോൾ നിങ്ങളോട് ചെറുതായിട്ട് ഒരു പ്രാക്ടിക്കൽ ലൈഫിനെ പറ്റിയിട്ട്, വചനമായിട്ടല്ല, ജസ്റ്റ് വുഡ് ലൈക്ക് ടു ഷെയർ സം നോളജ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു നോളജ്, അല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. ഞാനും അന്ന് വരെ വിചാരിച്ചിരുന്നത് ആർക്കും രോഗങ്ങളൊന്നും വരാൻ പാടില്ല. എനിക്ക് രോഗം വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ എപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് സൗഖ്യമാക്കും. ഞാൻ 6 മാസത്തോളം ഞാൻ സ്ട്രോക്ക് വന്നിട്ട് ഞാൻ അതിൻ്റെ ബലഹീനതയിലുണ്ടായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു, എനിക്ക് ഓർമ്മക്കുറവുണ്ടായിരുന്നു. എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ പോലും എനിക്കറിയില്ല, എനിക്കൊരു കാപ്പി ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോഴും ഞാൻ സന്തോഷിച്ചു, കാരണം എനിക്കറിയാം എൻ്റെ സൗഖ്യം വരുന്നുണ്ട്. മൈ ഹീലിംഗ് ഈസ് കമ്മിങ്. ഞാൻ എപ്പോഴും എൻ്റെ മുസ്ലിങ്ങളോടും പറയും, എനിക്ക് നടക്കാൻ അവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, മാൻപേടക്കാർക്ക് തുല്യമാക്കി എന്നെ ഗിരികളിൽ നിർത്തുന്നു എന്നുള്ള വചനം ഞാൻ ഗിരികളിൽ ഓടിക്കുന്നു എന്ന് പറയും. കാരണം വചനത്തിന് അത്രമാത്രം ശക്തിയുണ്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിഞ്ഞു. ആ ഒരു ദൈവം എൻ്റെ കുഞ്ഞു ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന അവൻ പോകുന്നത് അറിയാതാണോ? തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ അത് ഉറപ്പിച്ചു. കാരണം അത്രമാത്രം വലിയൊരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ദൈവം അറിയാതെ, നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ, വൺസ് യു ആർ ഇൻ ക്രൈസ്റ്റ്, ഹല്ലേലൂയ, എൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, യുവർ ഫുൾ റെസ്പോൺസിബിലിറ്റി ഈസ് ഫോർ ഹിം. എനിക്ക് വേണ്ടിയല്ല, എന്നെ അല്ല, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല
സമയങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അവിടെയൊക്കെയും എന്നെ പിടിച്ചു നിർത്തുന്ന അസാമാന്യമായ ഒരു ശക്തി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളൊരു ഉറുമ്പിനെ കൊല്ലുവാൻ പറ്റുമായിരിക്കും, എന്നാലും ആ ഉറുമ്പ് കടിച്ച ആ വിഷവും ആയിട്ട് മരിച്ചു പോകുന്നതും കണ്ടിട്ടുണ്ട്. അതിനാൽ ഒരു നിസ്സാര കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കഴിവ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്, അതിലാണ് നമ്മൾ വളരേണ്ടത്. നമ്മൾ ഒത്തിരി വചനങ്ങൾ കേൾക്കുന്നുണ്ട്, യൂട്യൂബ് തുറന്ന ഇഷ്ടം പോലെ വചനങ്ങളാണ്, പണ്ടത്തെ പോലെയൊന്നും അല്ല. പ്രൈസ് ഗോഡ്, അതിനെല്ലാത്തിനുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. കാരണം അത്രയും അബൻഡൻസ് ആയിട്ട് നമ്മുടെ വചനം ലഭ്യമാണല്ലോ. എന്നാൽ ഇതൊക്കെ നിന്നു പോകുന്ന ഒരു സമയമുണ്ടെന്ന് നമ്മളെ വചനത്തിൽ നിന്ന് തന്നെ ഓർമ്മിപ്പിക്കുന്നു. സമയം തക്കത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം വചനം ദൈവം ഈ നാളുകളിൽ ദൈവം മനുഷ്യർക്കായിട്ട് ഇങ്ങനെ വിളമ്പി കോരി ധാരാളമായിട്ട് കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഇഷ്ടം പോലെ കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഈ വചനങ്ങൾ നിന്നു പോകുന്നതിന് മുമ്പേ, ഇതിനൊക്കെ പൂർത്തി വരുന്നതിന് മുമ്പേ, അല്ല എങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക, ക്രിസ്തുവിൻ്റെ വിഷനിൽ നടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ദൗത്യം. നമ്മൾക്ക് വചനം ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ ഓരോരുത്തരും വചനം കേൾക്കുവാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ആ ദർശനത്തിനൊത്തവണ്ണം നമ്മൾ കേൾക്കുന്ന വചനത്തെ യൂസ് ചെയ്യുവാൻ തക്കവണ്ണം, പ്രാക്ടിക്കലായിട്ട് ഈ ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ വിഷൻ അല്ല, നോട്ട് മൈ പ്ലാൻസ് ബട്ട് യുവർ പ്ലാൻസ്. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അറിയാം. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. സമയത്ത് തന്നെ തീർക്കുന്നതായിരിക്കും. കാരണം എത്ര പറഞ്ഞാലും എനിക്ക് തീരത്തില്ല കേട്ടോ. കാരണം ഞാനിങ്ങനെ ടോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. കാരണം ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കർത്താവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഐ നെവർ സ്റ്റോപ്പ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഡിസയേഴ്സ് ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. നമുക്കത് നല്ലതാണ്. നമ്മുടെ പ്ലാൻ ചെയ്യണം. അതിന് ഒന്നും പന്നലാണെന്നല്ല ഞാൻ പറയുന്നത്. അതിനൊക്കെ ഉപരിയായിട്ട് ഞാനിന്ന് ചെയ്യുന്ന പ്ലാൻ, ഈസ് ഇറ്റ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ഡിസയേഴ്സ്? ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ നല്ല പ്ലാൻ തന്നെയായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നുള്ളത് നല്ലൊരു പ്ലാനാണ്. നമ്മൾക്ക് വിശക്കുമ്പോൾ ആഹാരം കഴിക്കണമെന്നുള്ളത് നല്ലൊരു പ്ലാനാണ്. എന്നാൽ നീ ഇന്ന് കഴിക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞാൽ കഴിക്കണ്ട. ഓഫ് കോഴ്സ് അതൊരു നമ്മുടെ എല്ലാ കാര്യത്തിനും ദൈവം അനുകൂലമായിട്ട് നിൽക്കത്തില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് മനസ്സിലാക്കിയത് പറയുന്നത്. നമ്മൾക്ക് എന്തെല്ലാം കിങ്ഡമിൽ റീച്ച് ചെയ്യാൻ വേണ്ടി ഏതെല്ലാം എഗെയിൻസ്റ്റ് ആണോ, അത് നമ്മുടെ ഫുഡാണോ, നമ്മുടെ വാക്കുകളാണോ, അത് ദൈവം നമ്മളിൽ നിന്നും മാറ്റിക്കളയും. പ്രൈസ് ഗോഡ്. ഞാൻ എന്തിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ന്യായമായിട്ട് ചിന്തിക്കും, എൻ്റെ ബേസിക് നീഡല്ലേ, എൻ്റെ ഒരു വീടെന്ന് പറയുന്നത് എൻ്റെ ഒരു ബേസിക് നീഡാണ്, എൻ്റെ ആഹാരം എൻ്റെ ബേസിക് നീഡാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ജോലി എല്ലാം എൻ്റെ പ്ലാനിലുള്ളതാണ്. ദാറ്റ്സ് ഓൾ ഗുഡ്. നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ നല്ലതാണ്. വൺസ് ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്, അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ആയിരിക്കും മറ്റുള്ളവർ പഴി പറഞ്ഞെന്നിരിക്കും, എന്തേ ഇവളിങ്ങനെ, ഇവൾക്ക് എന്തേ ഇങ്ങനെ, ഇവൾക്ക് മാത്രം എന്തേ ഇങ്ങനെ എന്നൊരു ചോദ്യമാണ്. ഹല്ലേലൂയ, ഗോഡ് നോസ് വിത്തൗട്ട് അവർ ഗോഡ്സ് നോളജ്. നിൻ്റെ ഒരു മുടി പോലും പോകത്തില്ല കുഞ്ഞെ. നിൻ്റെ ഒരു മുടി പോകണമെങ്കിൽ വൺസ് യു ആർ ഇൻ ക്രൈസ്റ്റ്, എവറി ഹെയർ ഇസ് കൗണ്ടഡ് ബൈ ഹിം. അതറിയാമോ? ഹല്ലേലൂയ. ഞാൻ എൻ്റെ മുടിയിൽ നിന്ന്, എൻ്റെ മേത്ത് നിന്ന് പോകുന്ന ഒരു മുടി എനിക്ക് ഏതാണെന്ന് അറിയത്തില്ല, അത് ഞാൻ കാണാറില്ല. എന്നാൽ ആ മുടിയെ കരുതുന്ന എൻ്റെ ദൈവം എന്നെയും നിങ്ങളെയും കരുതുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അത് എനിക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ആ കിങ്ഡത്തിലോട്ട് നമ്മൾ കയറണമെങ്കിൽ, അപ്പോഴെപ്പോഴും പറയാം, അവിടെ കിങ്ഡത്തിൽ അവിടെ സ്വർണ്ണമുണ്ട്, മുത്തുണ്ട്, വലിയ കൊട്ടാരങ്ങളുണ്ട്, ഒക്കെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ കിങ് ഇല്ലാത്ത കിങ്ഡം എന്തോനാണ്? ഹല്ലേലൂയ. ആ രാജാവ് എവിടെയാണോ, കഷ്ടതയിൽ കൂടെയാണ് എൻ്റെ രാജാവ് എന്നെ നടത്തുന്നതെങ്കിൽ ആ കിങ് എൻ്റെ കൂടെ ആ കഷ്ടതയിൽ ഇരിക്കും. അതാണ് എൻ്റെ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. വലിയ കൊട്ടാരങ്ങളല്ല, വലിയ മാളികകളല്ല, വലിയ ജോലികളല്ല. എൻ്റെ കൂടെ ആ കിങ് ഉണ്ടെങ്കിൽ ഞാൻ ഐ ആം സ്റ്റിൽ ഇൻ കിങ്ഡം. എൻ്റെ ട്രബിളിൽ ഞാൻ ഇൻ കിങ്ഡം. ഹല്ലേലൂയ. അതാണ് ഞാൻ മനസ്സിലാക്കിയ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് സമാധാനം എന്ന് പറയുന്നത്. ഒരുപാട് കൊട്ടാരങ്ങളും മാളികകളും ഒക്കെ ഉണ്ടായിട്ടും എൻ്റെ ജീവിതത്തിൽ സമാധാനം ഇല്ല എങ്കിൽ പിന്നെ എന്ത് കിങ്ഡമാണ്? ആ കിങ്ഡം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് പീസ്. ദൈവം ശോഭയുള്ളവരായ ക്രിസ്തു വസിക്കുന്നതായ ആ സമാധാനം. കഷ്ടതയിലാണ് ആ കിങ് കൂടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ കിങ്ഡം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒത്തിരി മനോഹരമായിട്ട് അവിടെ നമുക്ക് ക്രിസ്തു വീടുണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്, എല്ലാം കറക്റ്റാണ്. ആ വീട്ടിൽ താമസിക്കുവാൻ വേണ്ടിയല്ല, രാജാവിനോട് കൂടി വസിക്കുവാൻ വേണ്ടിയിട്ട്, രാജാവിൻ്റെ ദർശനത്തിനോടൊപ്പം വസിക്കുവാൻ വേണ്ടിയിട്ട്. കുഞ്ഞെ,
നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടിയത് ആ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ, ലഭിച്ചില്ല എങ്കിൽ അത് നിന്റെ ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണെങ്കിൽ സബ്മിറ്റ് ടു ഹിസ് പ്ലാൻ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഇളയ മോനും, അവൻ, എനിക്കിത് എത്ര വയസ്സെന്നൊന്നും ഓർമ്മയില്ല, 4-5 വയസ്സുള്ള സമയത്ത് ഞങ്ങൾ ബഹ്റിനിലായിരുന്നു. ആ സമയത്ത് അവനൊരു ജാക്കറ്റ് ഉണ്ടായിരുന്നു, റെഡ് ആൻഡ് ബ്ലൂ ജാക്കറ്റ്. അപ്പോൾ അവൻ എപ്പോഴും ആ ജാക്കറ്റ് എടുത്ത് ഇടും. എവിടെ പോയാലും ആ ജാക്കറ്റ്, അത് ഇച്ചിരി ടൈറ്റ് ആയതിട്ട് വേണം, അവൻ അത് തന്നെ മതി. എവിടെ പോയാലും എല്ലാ ഉടുപ്പിനും മണ്ടേ കൂടി ജാക്കറ്റ് ഇടും. ഞാൻ അതെടുത്ത് വാഷിംഗ് മെഷീനകത്തൊക്കെ ഇടും. അവൻ അവിടെ നിന്ന് തേടി പിടിച്ച് ഡേർട്ടി ആണെങ്കിലും അവൻ എൻ്റെ മണ്ടേ ഇടും. അവസാനം ഞാനൊരു കാര്യം ചെയ്തു, ആ ജാക്കറ്റ് അങ്ങ് കച്ചടായി കളഞ്ഞു. കുറച്ച് ദിവസമൊക്കെ കരഞ്ഞു, എൻ്റെ ജാക്കറ്റ് കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട്. അത് എൻ്റെ ഡിസൈറായിരുന്നു. എന്നും ഈ ഇറുങ്ങിപ്പിടിച്ച, എന്നും ഈ അഴുക്കായിട്ടുള്ള ഈ ജാക്കറ്റും കൊണ്ട് ആ കുഞ്ഞ് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ദാറ്റ് വാസ് മൈ ഡിസൈർ. അവന് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു, അതിനകത്ത് ഒരു തെറ്റുമില്ല. ഒരു നല്ലൊരു ജാക്കറ്റ്, അല്പം ടൈറ്റ് ആയിരുന്നെന്നുള്ളതേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിട്ടുള്ള ഒരു ജാക്കറ്റാണ്. ഞാൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അത് മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കാരണം എൻ്റെ ഡിസൈർ ഒത്ത് എൻ്റെ കുഞ്ഞ് വളരണമെന്ന് എൻ്റെ ആഗ്രഹമാണെങ്കിൽ, നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചന് എത്ര 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 മാത്രം ആഗ്രഹമാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ ക്രിസ്തുവിൻ്റെ പർപ്പസിൽ ആ കിങ്ഡം പ്രിൻസിപ്പിൾ വളരുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഗോഡ്സ് വിഷൻ. ഹല്ലേലൂയ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവത്തിൻ്റെ ദർശനത്തിനൊത്തവണ്ണം വളരുവാൻ നമുക്ക് പലപ്പോഴും കുറവുകളുണ്ട്. എനിക്ക് പലപ്പോഴും കുറവുകളുണ്ട്. നമുക്കറിയാം, ലൂക്കോസ് 1-ാം അധ്യായത്തിൽ 32-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, കന്യക മറിയം ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. എനിക്ക് ഏറ്റവും സ്ത്രീകളിൽ ഭാഗ്യവതിയായ ആ കർത്താവിൻ്റെ അമ്മ മറിയെ ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മരണസമയത്തും എനിക്ക് കർത്താവ് കാണിച്ചു തന്ന രൂപമാണ്. ഈ സ്ത്രീക്ക് അനുഭവിക്കുന്ന വേദന അതുപോലെ നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഐ റെസ്പെക്റ്റ് ഹർ, ഓൾദോ ഐ ഡോണ്ട് വർഷിപ്പ്, ഐ റെസ്പെക്റ്റ് ഹർ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്. നമുക്ക് മാതൃകയായിട്ട് കർത്താവിൻ്റെ അമ്മയായിട്ട് നിൽക്കുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. എങ്ങനെ അങ്ങനെ ഒരു പദവിയിൽ വന്നു? അവിടെ എത്രയോ രാജകൊട്ടാരത്തിലുള്ളവരുണ്ടായിരുന്നു, സൗന്ദര്യം അവരെക്കാട്ടിലുള്ളവരുണ്ടായിരുന്നിരിക്കും, കഴിവുകളുള്ളവരുണ്ടായിരുന്നിരിക്കും. അതല്ല കർത്താവിൻ്റെ പ്ലാൻ, പർപ്പസ് എന്ന് പറയുന്നത്. കർത്താവേ, ഞാൻ നിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് മോള് പ്രാർത്ഥിച്ചപ്പോഴും ആദ്യത്തെ പ്രാർത്ഥനയെ പറയും, കർത്താവെ, നിന്റെ നല്ല പാത്രങ്ങളാക്കി, മാനപാത്രങ്ങളാക്കി ഞങ്ങളെ ഒന്ന് തീർക്കണമേ. അങ്ങനെ ഏതോ ഒരു വാക്കാണ് പറഞ്ഞത്. അതെ, നല്ലൊരു പാത്രം. ഞാൻ ലോകത്തിൽ കാണുന്ന ഒരു നല്ല പാത്രമായിട്ടല്ല, മനുഷ്യൻ നമ്മളെക്കുറിച്ച് നല്ലത് പറയണമെന്നുള്ളതല്ല. കർത്താവിൻ്റെ ഹിതത്തിന് നിനക്ക് യൂസ്ഫുൾ ആയിട്ടൊരു പാത്രം. അതൊരു പക്ഷേ സ്പൂണായിരിക്കും, ചെറിയൊരു സ്പൂണ്, അല്ലെങ്കിൽ അത് വലിയൊരു കലമായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ചട്ടിയോ വല്ലതൊക്കെ ആയിരിക്കും. ആയിക്കോട്ടെ, സ്പൂണാണ് ദൈവത്തിന് ആവശ്യമെങ്കിൽ ആ ആവശ്യത്തിന് ഉപയോഗിച്ചുള്ള, ആ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്പൂണിനെയും കൊണ്ട് ചട്ടിയും കൊണ്ട് കോരി കുടിക്കാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ. കർത്താവിന് ഞാനൊരു സ്പൂണാണ് ആവശ്യമെങ്കിൽ എന്നെ ഒരു സ്പൂണായിട്ട് ഉപയോഗിക്കണമേ കർത്താവേ. സ്തോത്രം. റോമൻസ് 8:28 പറയുന്നുണ്ടല്ലോ, ഓൾ തിങ്സ് ടുഗെദർ വർക്ക് ഫോർ ഗുഡ് ഫോർ ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യെസ്, ദാറ്റ് ഇസ് ട്രൂ. ഹല്ലേലൂയ. അത് അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത്. ദുഃഖമുണ്ട്, വിഷമമുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ ഞാൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവളാണെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ ശോഭയ്ക്കൊത്തോളം അല്ലേ എന്നെ വിളിക്കുന്നത്. ഞാനിവിടെ ഒരു സെർവൻറ്റിനെ വെക്കണമെങ്കിൽ പോലും എനിക്കിഷ്ടമുള്ള ആളെയല്ലേ വെക്കുന്നത്. അപ്പോഴാ വലിയ കിങ്ഡത്തിൽ നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ വളരെ പ്രഷ്യസ് പീപ്പിളിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ചിൽഡ്രൻ ഓഫ് ഗോഡിൻ്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള വലിയ ബോധത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. വി ആർ സോ പ്രഷ്യസ്, വി ആർ ഓണേഡ്. ഹല്ലേലൂയ, സ്തോത്രം. എത്രമാത്രം വിലയേറിയവരാണ് നമ്മൾ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. നമ്മൾ ഓരോരുത്തരും നിർണയപ്രകാരമാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. വെറുതെ എല്ലാവരും ഒന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് എല്ലാവർക്കും വേണ്ടി ഉള്ളതല്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഇത് കർത്താവ് നിർണയിച്ചു ഉറപ്പിച്ച് എന്നെ വിളിച്ചു, നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചു. ആ വിളിക്ക് വലിയൊരു വിലയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഓർക്കും നമ്മൾ ഒന്നുമല്ല. അതേ, കറക്റ്റാണ്. നമ്മൾ ഒന്നുമല്ല ഇരുന്നപ്പോൾ നമ്മളെ വിളിച്ചു. ഹല്ലേലൂയ. ഞാൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവളാണെന്നുള്ള ആ ബോധം വരുമ്പോൾ ഒരു കഷ്ടതയും ഒരു പ്രശ്നമല്ല, ഒരു സന്തോഷവും ഒന്നിനും ഒരു തടസ്സമല്ല. കാരണം എൻ്റെ സന്തോഷത്തെക്കാട്ടിലും എനിക്കുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസിനെക്കാട്ടിലും വലിയവനായ ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കഴിഞ്ഞ മെസ്സേജ് ഞാൻ പറഞ്ഞു ദാവീദ് ഒരു ചെറിയനായ ഒരു കുഞ്ഞു ബാലൻ. ആ കുഞ്ഞു ബാലൻ്റെ മുമ്പിൽ വലിയ ഗോലിയാത്ത് നിന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഗോലിയാത്തിനെ അല്ല ദാവീദ് കണ്ടത്. ഗോലിയാത്തിനെക്കാട്ടിലും വലിയ, അതിൻ്റെ മിഡിലായിട്ട് നിൽക്കുന്ന
ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവം ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ കുഞ്ഞാനെയാണോ ഭയപ്പെടുന്നത്, വലിയ ആനയാണോ ഭയപ്പെടുന്നത്? അപ്പോൾ ഒരു വലിയ ആനയെ പോലെ കർത്താവ് അവിടെ നിൽക്കുന്നത്, ഒരു കുഞ്ഞാനയെ പോലെ ഗോലിയാത്ത്. കുഞ്ഞാനെ പോലൊന്നും പറയാൻ പറ്റില്ല, ദാവീദ് അങ്ങനെയായിരിക്കും കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിർണയപ്രകാരം ഞാൻ എന്നെ വിളിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു മഹത്വം ഉണ്ട്. നമ്മൾ ഓർക്കും ഒന്നുമല്ല, ഞാൻ ചേറ്റിലായിരുന്നു. അതെ, ഞാൻ ചേറ്റിലായിരുന്നു. എന്നാൽ ചേറ്റിലായിരുന്ന മാണിക്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പ്രൈസ് ഗോഡ്. നമ്മൾ ഐസയ്യ 43:4 തോന്നുന്നു ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, you are precious and honored and I loved you. So നീ വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ എണ്ണിയിരിക്കുന്നു എന്നൊരു വചനമുണ്ട്. ഐസയ്യ 43 തോന്നുന്നു. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഞാൻ നിന്നെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിലയേറിയതായിട്ടാണ്, മാന്യരായിട്ട് സ്നേഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ വിശുദ്ധ വിളിയാൽ, ആ സ്നേഹമുള്ള വിളിയാൽ നമ്മളിവിടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. പലരും വിട്ടുപോകുന്നുണ്ട്. ഒരു പ്രശ്നങ്ങൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ വിട്ടുപോകുന്നവരുണ്ട്. കാരണം അവർക്ക് അതിൻ്റെ വാല്യൂ അറിയത്തില്ല, അതിൻ്റെ മൂല്യം അറിയാതെ യഥാർത്ഥമായിട്ട് അത് ഗ്രഹിക്കാതെ പോകുന്നു. അതാണ് നമ്മുടെ ക്രിസ്ത്യൻ പ്രാക്ടിക്കൽ ലൈഫിൽ വേണ്ടത്. ഞാൻ കർത്താവിൻ്റെ ദാസി, എല്ലാം തന്നാൽ മാത്രമേ എനിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അന്ന് 2023 മാർച്ച് വരെയും എല്ലാം തന്ന ദൈവത്തെയാണ് തന്നത്. അപ്പോഴൊരല്പം എനിക്കൊരു വേദന വരുമ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ കർത്താവിനെ മറുത്തു പറയും? എൻ്റെ പ്രോബ്ലത്തെക്കാട്ടിലും വലിയതായിട്ടൊരു ദൈവം, എൻ്റെ എല്ലാ നന്മകളെക്കാട്ടിലും വലിയതായിട്ടൊരു ഒരു ദൈവം. ഹല്ലേലൂയ. ഓൾ ടുഗെദർ വർക്ക് ഫോർ ഗുഡ്. എല്ലാം ഒന്നിച്ചെനിക്ക് നന്മയ്ക്കായിട്ട് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു ചെറിയ കാര്യത്തിലല്ല, എല്ലാം, നമ്മൾ ആ വാക്ക് നല്ലവണ്ണം ഓർക്കണ്ടേ, എല്ലാം നന്മയ്ക്കായിട്ടാണ് വ്യാപരിക്കുന്നത്. നന്മ മാത്രമല്ലല്ലോ നമ്മളുടെ ജീവിതത്തിലുള്ളത്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ഏതൊരു വീട്ടിലാണ് പ്രശ്നവും പ്രതിസന്ധിയും ഇല്ലാത്ത? ഏതെങ്കിലും ഒരു വീടിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ ലൈഫിൽ കാണിച്ചു തരാൻ പറ്റുമോ? നമ്മൾ ഭരണാധികാരികളുടെ വീടുകളിൽ പോകണമെങ്കിൽ, ഞാൻ പോയിട്ടുണ്ട്, എനിക്കറിയാം അവരുടെ തോരാത്ത കണ്ണുനീരുകൾ, തീരാത്ത പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. പണത്താൽ മറികടക്കാൻ പറ്റാത്ത, കഴിവുകളാൽ മറികടക്കാൻ പറ്റാത്ത, ടെക്നോളജികളാൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത പല പല പ്രതിസന്ധികൾ ഈ ലോകത്തിലുള്ളപ്പോൾ അതിനെല്ലാം ഒരേ ഒരു ഉത്തരമാണ് യേശു ക്രിസ്തു. ജീവിക്കുന്ന യേശു ക്രിസ്തു അത് നിർണയപ്രകാരം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രഷ്യസ് ആയതുകൊണ്ട്, ബിഫോർ ഗോഡ്, ഇൻ സൈറ്റ് ഓഫ് ഗോഡ്, വി ആർ പ്രഷ്യസ് ആൻഡ് ഓണർഡ് ആൻഡ് ഹി ലവ്ഡ് us with an everlasting love. ഹല്ലേലൂയ. ഒരിക്കലും തീർന്നു പോകാത്ത മാനുഷിക ബന്ധങ്ങളൊക്കെ നമുക്കറിയാം. ഇന്ന് നമ്മളോട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം നമ്മുടെ ഏതൊരു കാര്യത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്ന സ്നേഹമാണ്. എന്നാൽ ഒരിക്കലും തീർന്നു പോകാത്ത എവർലാസ്റ്റിംഗ് ആയാൽ, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ആ ദൈവമാണ് നിർണയപ്രകാരം നമ്മെ വിളിച്ച് ഇവിടെ ആക്കിയിരിക്കുന്നത്. അതിനാൽ നമുക്ക് എപ്പോഴും വേണ്ടിയ ഒരു ഭാവമാണ്, കർത്താവേ, ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഹിതം അതുപോലെ എനിക്ക് മതി. മനുഷ്യരെന്തും പറഞ്ഞോട്ടെ, ഞാൻ അല്പം സഫർ ചെയ്തോട്ടെ, നിൻ്റെ ഹിതം എനിക്ക് മതി. എനിക്കറിയാം അതെന്നെ നിന്നോട് ചേർക്കുന്നതാണ്. എന്നെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതൊന്നും എനിക്ക് വേണ്ട കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. നിന്നെ മാത്രമാണ് എൻ്റെ പ്രയോറിറ്റി, ദ ഫസ്റ്റ് പ്രയോറിറ്റി ഇൻ മൈ ലൈഫ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് 3 കാര്യമാണ് എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെ ആദ്യമേ ഞാൻ പറയട്ടെ. നാം സൗമ്യരായിട്ട് സകലത്തിലും കർത്താവിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമതായിട്ട് വിശ്വാസം. മൂന്നാമതായിട്ട് ഹല്ലേലൂയ സ്തോത്രം, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ തന്നെ നോക്കുക. ഈ 3 കാര്യമാണ് ഓൾ ടുഗെദർ എനിക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ പറയാനായിട്ടുള്ളത്. ഇത് 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഒരുമാതിരി, ഞാൻ ടൈമും നോക്കുന്നുണ്ട്, ഒരുമാതിരിയൊക്കെ നമുക്ക് അല്പമായിട്ടൊക്കെ ചെയ്യുവാനായിട്ട് പറ്റും. എല്ലാം ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, കാരണം എല്ലാം കൃപയാണ്. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. അടുത്തത് വിശ്വാസത്തെ പറ്റി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വി ആർ സേവ്ഡ് ബൈ ഗ്രേസ്. വിശ്വാസം നമ്മൾക്ക് ആർക്കും എങ്ങൊന്നും കൊണ്ടു തന്നതൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ഇറ്റ്സ് നോട്ട് ബൈ എഫേർട്ട്. എഫേഷ്യൻസ് 2:8 കാണും, ഇറ്റ്സ് നോട്ട് ബൈ അവർ എഫേർട്ട്, ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അതിനാൽ വിശ്വാസികളല്ലാത്ത ആരെയും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാതെ ഇരിക്കുക. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. കാരണം വിശ്വസിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർ നിർണയപ്രകാരം വിളിക്കപ്പെടാത്ത ആൾക്കാരാണ്. അവരോട് നമ്മൾ എങ്ങനെ വിശ്വസിക്കണം? ഓക്കെ, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം. എന്നാൽ നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റിൽ നിന്നായിരിക്കണം എക്സ്പെക്ട് ചെയ്യേണ്ടത്. നമ്മുടെ വാക്കുകളല്ല അവരെ വാക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്, ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനമാണ്. നമ്മൾ എത്ര ആൾക്കാരോട് പറഞ്ഞാൽ അവർക്ക് ചേഞ്ച് വരാത്തത്, കർത്താവിനെ സ്വീകരിക്കുവാൻ പറ്റാത്തതിൻ്റെ കാരണം ദേ ആർ നോട്ട് കോൾഡ്. നിർണയപ്രകാരം അവരെ വിളിക്കപ്പെട്ടിട്ടില്ല. വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരെവിടെ നിന്നെങ്കിലും കേൾക്കും, അല്ലെങ്കിൽ അവർ വചനം വായിക്കും. അത് കേൾക്കുവാൻ, വിശ്വസിക്കുവാൻ അവർക്ക്
അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ദേ ആർ സേവ്ഡ് നോട്ട്, അവരുടെ കയ്യിലുള്ള കൃപ, അവർക്ക് ദൈവത്തിൻ്റെ കൃപ ദാനമായിട്ട് കിട്ടിയിട്ടില്ല. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനത്താലാണ്. ഗിഫ്റ്റ് നമുക്ക് ദാനം കൊടുത്ത് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടത്തില്ലല്ലോ. ഇപ്പോൾ ക്രിസ്മസ് ടൈമാണ്, നമ്മൾ ഗിഫ്റ്റ് കൊടുത്താൽ തന്നെ എല്ലാവർക്കും കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കുമോ? ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കത്തുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട, കർത്താവിന് ഇഷ്ടപ്പെട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നതാണ്. ലോകത്തിൽ എല്ലാം സൃഷ്ടിച്ചവനായ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നമുക്ക് ഗിഫ്റ്റ് തരുവാൻ കർത്താവിന് സ്നേഹമായി, നമ്മോട് പ്രിയമായി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ നമ്മൾക്ക് റിസീവ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ പോലും വി ആർ സേവ്ഡ് by grace, but grace by faith. Grace through faith, gift of God ആണ്. കർത്താവിൻ്റെ ആ വലിയ സമ്മാനം ലഭിച്ച നമ്മളാണ് ഇവിടെ ഇരിക്കുന്നത്. സമ്മാനം കിട്ടിയില്ലെങ്കിൽ ആർക്കും ഇവിടെ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അത് കേൾക്കുവാനോ അത് ഉള്ളത്തിൽ സ്വീകരിക്കുവാനോ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് ദെയർ മിസ്റ്റേക്ക്. ആരെങ്കിലും അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരുടെ തെറ്റല്ല, അവർക്ക് ആ ഗ്രേസ് കിട്ടിയിട്ടില്ല, അവർക്ക് ഗിഫ്റ്റ് കിട്ടാത്തിയിട്ടില്ല. അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ദിസ് സാൽവേഷൻ ഇസ് ഫ്രീ. അതിനൊന്നും ഒരു കോസ്റ്റ് ഇല്ല. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. പക്ഷെങ്കിൽ ഒന്നിന് നമ്മൾ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിന് പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പൈസയല്ല, പ്രാക്ടിക്കൽ ലൈഫിൽ വരുമ്പോൾ സംതിങ് കോസ്റ്റ്. ഓൾ മൈ ലൈഫ്, എവറിത്തിങ്, എൻ്റെ ജീവിതത്തിലുള്ള എവറിത്തിങ് ഞാൻ കടപ്പെട്ടതാണ്. കാരണം ഗോഡ് ഇസ് അവർ കൺട്രോൾ. നമ്മൾ ഗിഫ്റ്റ് കിട്ടി കഴിയുമ്പോൾ ദാറ്റ് ഗ്രേസ് ടു സേവ് ചെയ്യാൻ വേണ്ടി, രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള ആ ഗിഫ്റ്റ് എൻ്റെ ജീവിതത്തിൽ വന്ന് കഴിയുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു, കൃപയാൽ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ എനിക്ക് ആ വിശ്വാസത്താൽ ഞാൻ രക്ഷിക്കപ്പെടും. ത്രൂ ഫെയ്ത്ത് ഞാൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അത് കഴിക്കുമ്പോൾ എൻ്റെ പ്രാക്ടിക്കൽ ലൈഫ് എല്ലാം ഇറ്റ് കോസ്റ്റ് എവറിതിങ്. എൻ്റെ പ്ലാൻ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു, എൻ്റെ ചിന്തകൾ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ ലൈഫിലുള്ള ലൈഫ് പാർട്ട്ണറുടെ പ്ലാനോ, നമ്മുടെ പേരൻസിൻ്റെ പ്ലാനോ, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറുടെ പ്ലാനിനോ വേണ്ടിയിട്ടല്ല നമ്മുടെ പ്ലാൻ മാറ്റേണ്ടത്. പ്ലാൻ അക്കോർഡിംഗ് ടു ദ കിങ്ഡം, അക്കോർഡിംഗ് ടു ഗാഡ്. ആ പ്ലാൻ അനുസരിച്ച് മാറ്റണം. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ അപ്പോൾ അവിടെ നിന്ന് എന്നെ കൺട്രോൾ ചെയ്യണം. കള്ളു കുടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഓ നോ, എനിക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഞാനിത് ഉപയോഗിക്കാൻ പാടില്ല, ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യണം. ഇതെൻ്റെ ദൈവത്താൽ ഇഷ്ടപ്പെട്ടതാണോ? എൻ്റെ വാക്ക്, എൻ്റെ ചിന്ത. പലപ്പോഴും വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ പറ്റും. എന്നാൽ ചിന്ത നമുക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു, എന്തൊക്കെ എൻ്റെ ആഗ്രഹം, ഞാനത് വാങ്ങിച്ചില്ലെങ്കിൽ പോലും എനിക്ക് ഉള്ളിലുള്ള ഒരു ആഗ്രഹം, ആ ഡിസൈഴ്സൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ള ഡിസൈഴ്സ് ആണോ? അങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് ജീവിക്കേണ്ടത്. വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ അന്ന് വരെ എനിക്ക് ലഭിച്ചതെല്ലാം ഞാൻ ചപ്പും ചവറും. കാരണം വലിയൊരു ട്രഷറാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതൊരു ഗിഫ്റ്റാണ്. ആ വലിയ ട്രഷർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മറ്റുള്ളതെല്ലാം ചപ്പും ചവറുമാണ്. മറ്റുള്ളവരുടെ നിന്ന വാക്കുകളൊക്കെ ചപ്പും ചവറുമാണ്. അങ്ങനെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരു കുപ്പത്തൊട്ടിയിലോട്ട് അങ്ങ് ഇട്ടുകൊള്ളുക. അത്രമാത്രം ചെയ്താൽ മതി. ഹാഗാറിനെ നമുക്കറിയാം. ഹാഗാറിൻ്റെ ആ പ്രശ്നത്തിൽ ഹാഗാർ ഓടി മരുഭൂമിയിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴവിടെ ഒരു ഏഞ്ചൽ ഓഫ് ഗോഡ് വന്നിട്ട് പറയാണ്, സാറയുടെ ദാസിയായ ഹാഗാറെ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയാണ്, യു ഗോ ബാക്ക് ടു യുവർ മിസ്ട്രസ് ആൻഡ് സബ്മിറ്റ് ടു ഹർ. അപ്പോൾ അവൾക്കൊരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അവളുടെ പ്ലാൻ ആ സാറായിൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. കാരണം അവൾക്കവിടെ പ്രശ്നമാണ്, അവൾക്കവിടെ പ്രതിസന്ധിയാണ്. അവിടുന്ന് എങ്ങനെയെങ്കിലും അവൾക്കൊന്ന് രക്ഷപ്പെടണം. അങ്ങനെ ഓടിയപ്പോൾ നേരയുടെ ഏഞ്ചൽ ഓഫ് ഗോഡ് വന്ന് പറയുകയാണ്, നീ എവിടെ ഓടുകയാണ്? നീ സാറയുടെ ദാസിയാണ്, അതുകൊണ്ട് നീ തിരിച്ചു പോകുന്ന കാര്യം ഒന്ന് ഓർക്കാൻ പറ്റുമോ? ഓടിപ്പോയിട്ടുള്ള ആൾ തിരിച്ചു ചെല്ലുമ്പോൾ അതിലും പ്രശ്നമായിരിക്കും. നീ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നവളല്ലേ എന്ന് ചോദിച്ച് വീണ്ടും പ്രശ്നമായിരിക്കും. പക്ഷെ അതാണ് കർത്താവിൻ്റെ പ്ലാനെങ്കിൽ അതിന് സബ്മിറ്റ് ചെയ്യുക. സാറ് നിന്നിച്ചിട്ടുണ്ടായിരിക്കും, ഓടിപ്പോയിട്ട് പിന്നെയും വന്നു, ദാറ്റ്സ് ഓക്കെ. അതെൻ്റെ ദൈവത്താലിൻ്റെ പ്ലാനാണെങ്കിൽ, അതാണ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം, ഞാൻ ഈ ഉപദ്രവം സഹിക്കുന്നതാണ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ നല്ലത്. അതെൻ്റെ ക്രിസ്തുവിനോടുകൂടി അടുപ്പിക്കുന്നത്, എന്നെ കിങ്ഡത്തിലോട്ട് എന്നെ ചേർക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വിശ്വാസത്തിന് ഒരുപാട് ട്രെയിനിങ് ഉണ്ട്, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഹല്ലേലൂയ, ഒരുപാട് ട്രയൽസ് വരുന്ന സമയങ്ങളുണ്ട്. ആദ്യമൊക്കെ നമുക്ക് നല്ല ഇതായിരിക്കും. പക്ഷേ ഓരോ ട്രയൽസിലും നമ്മൾ കർത്താവിനോട് കൂടെ നിന്ന് അതിനെ ഓവർകം ചെയ്യുവാൻ വേണ്ടിയിട്ട് 40 years മോസസിനെ നമുക്കറിയാം, ആ മരുഭൂമിൻ്റെ അവിടെയാണ് ട്രെയിനിങ് ലഭിച്ചത്. എന്തിനാണ്? ആ മോസസിനെ ബലത്തോടുകൂടി, ശക്തിയോടുകൂടി ആ ഇസ്രായേൽ മക്കളെ ലീഡ് ചെയ്യുന്ന വലിയൊരു ലീഡറായിട്ട് ഒരുക്കിക്കൊണ്ടുവരിക എന്നുള്ളത് കർത്താവിൻ്റെ പ്ലാനായിരുന്നു. അല്ല എങ്കിൽ സുന്ദരനായ മോശ കൊട്ടാരത്തിൽ വസിപ്പിച്ച് അമ്മയുടെ പാല് കുടിച്ച് അതൊക്കെ ഒരു മിറക്കിൾ പോലെ നടന്ന
നടന്നതാണ്. അവൻ്റെ ജീവിതം മൊത്തം മിറക്കിളായിരുന്നു. അവിടെ എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു പോയപ്പോൾ, കൊല്ലപ്പെട്ടപ്പോൾ മോശയെ മാത്രം സൂക്ഷിച്ച് ആ രാജകൊട്ടാരത്തിൽ വളർത്തിയ ദൈവത്തിന് കഴിവില്ലായിരുന്നോ അവിടെ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി? തീർച്ചയായിട്ടും കഴിവുണ്ടായിരുന്നു. അവന് വേണ്ടി വാദിക്കുവാൻ വേണ്ടി കർത്താവിന് കഴിവില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് മോശ 40 വർഷം മരുഭൂമിയിൽ ജീവിക്കേണ്ടി വന്നു? ഹല്ലേലൂയ. അവനെ പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടിയിട്ട്, അവനെ ഒരു നല്ല ദാസനായിട്ട്, നല്ല ലീഡറായിട്ട്, ബലത്തോടു കൂടി അവനെ ഒരു വലിയ ലീഡറാക്കി കൊണ്ടുവരും. അവൻ്റെ വിക്കുകളെയൊക്കെ അതിക്രമിച്ച് എല്ലാം കഴിഞ്ഞുകൊണ്ട് അവന് സപ്പോർട്ട് കൊടുത്ത് അവനെ ഒരു വലിയൊരു ലീഡറാക്കി കൊണ്ടുവരികയായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ജോസഫിൻ്റെ ജീവിതത്തിൽ അറിയാം, അന്നുവരെ കിട്ടിയിരിക്കുന്ന ആ ദർശനത്തിൽ തന്നെയാണ് ഓർച്ചത്. അതൊരു ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ തന്നെ അവൻ നിൽക്കുകയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? അന്ന് കർത്താവാണ് ദർശനം കൊടുത്തത്. ദർശനം കിട്ടിയവരെല്ലാം അങ്ങ് നല്ല സുഖിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വരുവാണെങ്കിൽ എന്തുകൊണ്ട് പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടി വന്നു? എന്തുകൊണ്ട് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ അത്ര നിന്ദ്യമായ അവസ്ഥയിൽ കടന്നു പോകേണ്ടി വന്നു? എന്തുകൊണ്ട് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു? അവിടേക്ക് ദൈവം എവിടെയായിരുന്നു? കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം കൃപ കൊടുത്ത ഒരു ദൈവം അപ്പോൾ എന്തുകൊണ്ട് ജോസഫിനെ വിടുവിച്ചില്ല? ആ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തന്നെ തുറന്നങ്ങ് ഇറക്കി വിടാമായിരുന്നു. നമ്മുടെ ദൈവത്തിന് കഴിയുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ അതല്ല. അവനെ ആ കൊട്ടാരത്തിന്റെ ആ ഏറ്റവും വലിയ പൊസിഷനിൽ കൊണ്ടുവരുവാനും അവനെ നിന്ദിച്ചോടെ മുമ്പിൽ കർത്താവിന് ആ കൊടുത്ത ആ ദർശനത്തിന് ഒരു അവധിയുണ്ട്. ആ അവധി സമാപ്തിയിലോട്ട് വരികയാണ്. അത് ഫുൾഫിൽ ആകുവാൻ വേണ്ടി പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ട്രെയിനിങ് വന്നെന്നിരിക്കും, നമുക്ക് ട്രയൽസ് വന്നെന്നിരിക്കും, ടെസ്റ്റ് വന്നെന്നിരിക്കും. ഹല്ലേലൂയ. മോശയ്ക്ക് കൊടുത്തതുപോലെയുള്ള ട്രെയിനിങ്ങുകൾ, ജോസഫിന് കിട്ടിയതുപോലെയുള്ള ടെസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. എന്നാൽ ഹംബിൾ അവർസെൽഫ്, ഹല്ലേലൂയ, ആ വലിയ കരങ്ങളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ അല്ല നമുക്ക് വലിയ നന്മകളാണ് വരുന്നതെങ്കിൽ ആ നന്മകളെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കുക. ആ കിട്ടിയതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ഇതൊന്നും എൻ്റെ കഴിവല്ല, ഇതൊക്കെ എൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ജീവിക്കാൻ. കാരണം ഇതിനേക്കാൾ എല്ലാമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ ശിമോനെ എന്ന് ക്രിസ്തു യേശു ചോദിച്ചു. കാരണം നമുക്ക് നന്മകൾ വരുമ്പോൾ ഇതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നോ എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ജോലിയെക്കാട്ടിലുപരിയായിട്ട്, എൻ്റെ ഫാമിലിയെക്കാട്ടിലുപരിയായിട്ട്, എൻ്റെ കുഞ്ഞുങ്ങളെക്കാട്ടിലുപരിയായിട്ട്, നീ തന്ന എല്ലാ ദാനത്തെക്കാട്ടിലുപരിയായിട്ട് ഇതാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം. ചില പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്നത് നമ്മളെ വളർത്തുവാൻ വേണ്ടിയാണ്. പ്രതിസന്ധികളിൽ കൂടി നമ്മെ വളർത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ അറിയുന്നത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലുണ്ട്. എന്തിനാണ് പ്രതിസന്ധി? ഹി ഹംബിൾഡ് യു ആൻഡ് ഹി പ്രൂവ്ഡ് യു ടു നോ. നമ്മളെ പരിശോധിക്കുകയാണ്. ഹല്ലേലൂയ. ഹൃദയങ്ങളെ ചെന്ന് നോക്കുകയാണ്. ഹല്ലേലൂയ. ടെസ്റ്റിംഗ് യു. എൻ്റെ ഹൃദയത്തിൽ നീ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയണം. വാട്ട് വാസ് ഇൻ യുവർ ഹാർട്ട്? നിൻ്റെ ഹൃദയത്തിൽ എന്താണ്? വെദർ യു ഫോളോ മൈ കമാൻഡ്മെൻറ്റ്സ്. ഹല്ലേലൂയ. അതാണ് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നീ എൻ്റെ കമാൻഡ്മെൻറ്റ്സ് ഫോളോ ചെയ്യുമോ? നിൻ്റെ ഹൃദയം എന്താണ് ചിന്തിക്കുന്നത്? ഈ പ്രതിസന്ധി, ഈ പ്രതികൂലം വരുമ്പോൾ നീ എന്നെ നിന്ദിക്കുമോ? നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമോ? നീ എന്നിൽ നിന്ന് മാറിപ്പോകുമോ? അതാണ് പ്രതിസന്ധി തന്നത്. 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി എന്തിനു നടത്തി എന്നുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം അവിടെ കിടപ്പുണ്ട്. നീ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ എന്നിൽ മുറുകെ പറ്റിയിരിക്കുമോ? അതുപോലെ അവിടെ തന്നെ കർത്താവിന് ടെസ്റ്റാണ് ചെയ്തിരുന്നത്. കർത്താവ് ഹൃദയത്തെ ഒന്ന് നോക്കുകയാണ്. ഇന്നുവരെ ഈ ലോകത്ത് ഹൃദയത്തെ ചെക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയും വന്നിട്ടില്ല. ഹൃദയത്തെ ഞാൻ ചിന്തിക്കുന്നതോ വേറെ ആര് ചിന്തിക്കുന്നതോ അറിയാനൊരു ടെക്നോളജി ഇല്ല. എന്നാൽ കർത്താവിനൊരു ടെക്നോളജിയുണ്ട്. അതാണ് ഈ ട്രയൽസ് എന്ന് പറയുന്നത്. 40 വർഷം മരുഭൂമിയിൽ കൂടി കടത്തിവിട്ടത് ഞാൻ നിന്നെ ഒന്ന് ശോധന ചെയ്യാനായിരുന്നു, ഞാൻ നിന്നെ ഒന്ന് പരിശോധിക്കാനായിരുന്നു. അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും തന്നെ. ഹല്ലേലൂയ. He humbled you and suffered you to hunger so that you will know man did not live alone by bread. ഹല്ലേലൂയ. അപ്പത്താൽ മാത്രമല്ല ജീവിക്കുന്നത്, അത് അപ്പം വേണ്ട എന്നല്ല, അപ്പത്താൽ മാത്രമല്ല ജീവിക്കുന്നത്. ഹല്ലേലൂയ. But also by every word that proceed from our Lord's mouth. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ഓരോ വചനങ്ങളാലും കൂടിയാണ് നാം ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സകലതും ആവശ്യമാണ്. അതിനാൽ മാത്രമല്ല നാം ജീവിക്കുന്നത്, വേർഡ് ഓഫ് ഗോഡ് കൊണ്ടാണ് നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കഷ്ടതയിൽ നമ്മൾ അറിയണം, ഇതൊന്നും എൻ്റേതല്ലായിരുന്നു, ഇതൊന്നും ഇന്ന് കാണുന്നതൊന്നും എൻ്റേതല്ലായിരുന്നു. ഹല്ലേലൂയ. അതിനാൽ ഇന്ന് കാണുന്നതിനെ ഓർത്ത് സ്തോത്രം പറയുക. നാളെ ഇതുപോലെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുക. അതിനുവേണ്ടി കർത്താവിനെ സ്തുതിക്കുക. അതുപോലെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് കർത്താവിന്
എന്ന് അറിയാൻ വേണ്ടിയാണ്. ആ കമാൻഡ്മെൻറ്റിൽ സ്റ്റിൽ നമ്മൾ അതിനെ മുറുകെ പിടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ മറ്റൊരാളെ നോക്കാതെ, അടുത്ത ഒരു പോയിന്റ് പറയാനുള്ള സമയമില്ല, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു യേശുവിനെ തന്നെ സൂക്ഷിച്ചു നോക്കുക. പലരും പലതും പറഞ്ഞോട്ടെ, ഇതല്ല ഫെയ്ത്ത്, ഇങ്ങനെയാണ്, അങ്ങനെ ഒക്കെ പറയും. എന്നാൽ വേർഡ് ഓഫ് ഗോഡ് നമ്മുടെ മുമ്പിൽ ജീവനോടെ ഇരിക്കുന്നു. ജീവൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു യേശുവിനെ തന്നെ നോക്കി നമ്മുടെ പാതകളെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെയും ഓരോരുത്തരെയും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം തന്ന സെൻസി മോൾക്കായിട്ട് സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദാസന്മാർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു ചെറിയൊരു വരിയും കൂടെ പാടട്ടെ. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെൻ്റെ വിശ്വാസം കാപ്പാൻ. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെൻ്റെ വിശ്വാസം കാപ്പാൻ. വിശ്വാസത്തിൻ നായകനും പൂർത്തിമാനുമായ യേശുവെ മാത്രം ഞാൻ നോക്കിയിടുന്നു. യേശു എൻ പ്രിയൻ, യേശു എൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. പ്രൈസ് ഗോഡ്. Thank you.